ഹായ് ഫ്രണ്ട്സ്, PSCയിൽ വിജയിക്കുന്നവർ സൂപ്പർ ജീനിയസ് അല്ല. അവർ അവസാന ദിവസങ്ങൾ ശരിയായി ഉപയോഗിച്ചവരാണ്. ഇനി 20 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. ഇനി 20 ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് പഠനം തുടങ്ങുക. ഓരോ ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ ഈ ഒരു 20 ദിവസത്തേക്ക് മാറ്റി വെച്ചാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ SCERT ചാപ്റ്റർ ലിസ്റ്റ് എങ്ങനെ പഠിക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ ഇനി കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ മുഴുവൻ ചാപ്റ്റേഴ്സ് ലൈൻ ബൈ ലൈനായിട്ട് വായിക്കാൻ നിൽക്കണ്ട. അതായത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രം പഠിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന SCERT ചാപ്റ്റേഴ്സ് മാത്രം എടുത്തു വെച്ചിട്ട് പഠിക്കുക. അതിനെന്ത് ചെയ്യുക, ഈ 50 ഹോട്ട് ടോപ്പിക്സ് ഉപയോഗിക്കുക. ഈ 50 ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുന്ന പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രിലിംസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 50 ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യുക, 5 ഗ്രൂപ്പായിട്ട് തിരിക്കുക. ഒറ്റയടിക്ക് 50 ടോപ്പിക്സ് ഒരുമിച്ച് കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നൂലേ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഈ 50 ഹോട്ട് ടോപ്പിക്സിനെ നമ്മൾ 5 ഗ്രൂപ്പായിട്ട് തിരിക്കുക. ഡേ 1 10 ടോപ്പിക്സ്, ഡേ 2 10 ടോപ്പിക്സ്. അങ്ങനെ ഒരു ടോപ്പിക്കിന് 20 മിനിറ്റ് മാക്സിമം നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അധികം ദിവസമല്ല, പെട്ടെന്ന് തന്നെ റിവൈസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് വെച്ച് മാത്രം പഠിക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സ് മാത്രം നോക്കിയിട്ട് പഠിക്കുക. പലരും ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടോപ്പിക് എടുത്ത് വെച്ച് 3 മണിക്കൂറൊക്കെ വായിക്കാൻ നിൽക്കും. പക്ഷേ അടുത്ത ദിവസം അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ഇനി ഡീപ്പ് സ്റ്റഡിക്കുള്ള സമയമില്ല. നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കുക. അതാണ് ഇനി ചെയ്യാൻ പോകേണ്ടത്. അതുകൊണ്ട് വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ഈ 50 ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ SCERT ചാപ്റ്റർ ലിസ്റ്റും തന്നിട്ടുണ്ട്. അവ കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ഒന്ന് പഠിച്ചു നോക്കിക്കേ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് പഠിച്ചതിന് ശേഷം റിവിഷൻ ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഈ അവസാന നിമിഷത്തെ, അതായത് ഈ ഒരു 20 ദിവസത്തെ കഷ്ടപ്പാടാണ് പലപ്പോഴും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത്. അവസാന ദിവസങ്ങളിലെ പഠനം എങ്ങനെ പോകുന്നതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 20 ദിവസം എന്തൊക്കെ വന്നാലും പഠിക്കുക, അത് മാത്രം ചിന്തിച്ചിട്ട് ഈ 50 ഹോട്ട് ടോപ്പിക്സ് എടുത്ത് വെക്കുക. അതിനുശേഷം അത് റിലേറ്റഡ് ആയിട്ടുള്ള SCERT ചാപ്റ്ററും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഒന്ന് പഠിച്ചു നോക്കിക്കുക. ഞാനും ഇതേ ടൈം ടേബിൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. ഈ 10th പ്രിലിംസ് എന്തായാലും ഈ രീതിയിൽ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി ഇതേപോലെ 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് CA കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് സ്മാർട്ടായിട്ട് നമുക്ക് എങ്ങനെ പഠിച്ച് തീർക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു 20 ദിവസം കൊണ്ട് എങ്ങനെ ഷോർട്ടായിട്ട് ചോദിക്കുന്ന കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിച്ച് തീർക്കുക എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കൂടുതൽ വീഡിയോസ് ഏതാണ് ആവശ്യം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.